ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ദ്രജ ഉറക്കത്തിൽ നിന്നും നെട്ടി ഉണരുകയാണ്. അങ്ങനെ ഇന്ദ്രജ തീരുമാനിക്കുകയാണ്, നന്ദിനിയെയും സൂര്യയെയും വെറുതെ വിടില്ല. അവർ രണ്ടുപേരും എന്നെ അടിച്ചതിന് ഇന്ദ്രജ ആരാണെന്നുള്ളത് അവരെ ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ മനസ്സിൽ തീരുമാനിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ സൂര്യ കണ്ണു തുറന്ന് നോക്കുകയാണ്. രാവിലെ ഉറക്കമെണെന്ന് നോക്കുന്ന സമയത്ത് നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദിനി അവിടേക്ക് വരികയാണ്. എന്നിട്ട് സൂര്യയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. സൂര്യയുടെ ദേഹമൊക്കെ തുടച്ചു കൊടുത്ത ശേഷം പുതിയ ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മുടി ചീകി കൊടുക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു സ്കൂൾ കുട്ടിയെ പറഞ്ഞു വിടുന്നത് പോലെയാണ്, ഒരു ചെറിയ കുട്ടിയെ നോക്കുന്നത് പോലെയാണ് നന്ദിനി എല്ലാ കാര്യങ്ങളും സൂര്യയുടെ ചെയ്യുന്നത്. അപ്പോൾ സൂര്യ പറയണേ, നന്ദിനി ശരിക്കും എനിക്കിപ്പോൾ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു തരുമ്പോൾ സ്കൂളിലേക്ക് ആ കുട്ടിയുടെ അമ്മ ചെയ്തു കൊടുക്കുന്നത് പോലെയാണ് നന്ദിനി എനിക്കിതൊക്കെ തോന്നുന്നത്. മതി നന്ദിനി എന്ന് പറയുമ്പോൾ, ആ കഴിഞ്ഞു സാർ, കുറച്ച് നേരം ഒന്ന് അനങ്ങാതെ ഇരിക്കുക എന്ന് പറഞ്ഞ് നന്ദിനി എല്ലാ കാര്യങ്ങളും സൂര്യയുടെ ചെയ്തു കൊടുക്കാണ്ടോ. എന്നിട്ട് പിന്നെ സൂര്യയോട് കാപ്പി കുടിക്കാൻ വേണ്ടി പറയണേ. അപ്പോൾ സൂര്യ പറയണേ, കാപ്പിക്ക് പകരം എൻ്റെ അസുഖം മാറാനുള്ള എൻ്റെ മരുന്നങ്ങ് തന്നാൽ പോരെ. എൻ്റെ മരുന്ന് എന്ന് ഉദ്ദേശിച്ചത് എന്താണാവോ സൂര്യ സാർ, അത് നിനക്ക് അറിയാവുന്നത് തന്നെ, എൻ്റെ പ്രിയപ്പെട്ടത് തന്നെ, അതിങ്ങ് തന്നാൽ പോരെ, എന്തിനാണ് ഈ കാപ്പിയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ആ നന്ദിനി പറയണേ, ആ സൂര്യ സാറിൻ്റെ പ്രിയപ്പെട്ടത് തന്നെയാണെന്ന് കരുതുകോ, എന്നിട്ട് ഇതങ്ങ് കുടിക്ക്. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണ് സൂര്യ കാപ്പിയൊക്കെ കുടിക്കുന്നത്. മദ്യത്തിന് പകരം കാപ്പി എന്ന് കാണുമ്പോൾ സൂര്യക്ക് സങ്കടവും വരുന്നുണ്ട്. നന്ദിനി എനിക്ക് ഒരു തുള്ളി പോലും മദ്യം തരില്ല, അപ്പം പിന്നെ കാപ്പിയെങ്കിൽ കാപ്പി എന്ന് പറഞ്ഞ് സൂര്യ അത് കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യയുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം നന്ദിനി താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് പത്മ മാനേജറെ വിളിക്കുന്നത്. കമ്പനി മാനേജറെ വിളിച്ച് വിവേകിനെ കുറിച്ച് ചോദിച്ചറിയുകയാണ്. വിവേക് കമ്പനിയിൽ വല്ല ലോൺ എടുത്തിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. അപ്പോൾ മാനേജർ പറയുന്നത്, ഇല്ല, കമ്പനിയിൽ നിന്നും വിവേക് ഒരു ലോണും എടുത്തിട്ടില്ല, പിന്നെ വർക്കുകളൊന്നും ബെൻഡിങ്ങും വെച്ചിട്ടില്ല, എല്ലാം കൃത്യമായിട്ടാണ് വിവേക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ വിവേകിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണം. അത് കേട്ടപ്പോൾ മാനേജർ തന്നെ അങ്ങ് അതിശയിച്ചു പോണേ. എന്താ മാഡം പറഞ്ഞത്, സൂര്യ സാറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ വിവേക്, അപ്പോൾ പിന്നെ എങ്ങനെയാണ് വിവേകിനെ പറഞ്ഞു വിടുക. എന്താ ഇപ്പോൾ നിനക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയോ, അതും ഇനി സൂര്യ പറഞ്ഞാലാണോ നീ അനുസരിക്കുകയുള്ളൂ. അയ്യോ മാഡം, അത് ഉദ്ദേശിച്ചില്ല, വിവേക് നല്ലൊരു സ്റ്റാഫാണ്, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന നല്ലൊരു സ്റ്റാഫാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഏത് സ്റ്റാഫാണെങ്കിലും എന്ത് കൃത്യതയോട് കൂടി ചെയ്യുകയാണെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല, ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി. വിവേക് ഇന്നത്തോടു കൂടി കമ്പനിയിൽ നിന്നും ജോലി മതിയാക്കണം, അവനെ പിരിച്ചുവിടണം എന്നങ്ങ് ഉത്തരവ് ഇടുകയാണ് കേട്ടോ. അതോടുകൂടി മാനേജർ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, മാഡം പറഞ്ഞ അതുപോലെ ചെയ്യാനല്ലേ എന്നെക്കൊണ്ട് കഴിയൂ, ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ വിവേകിനെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിടാനാണ് കേട്ടോ പത്മ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ നന്ദിനി ആണെങ്കിലോ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഫോൺ വെച്ച ശേഷം പത്മ പറയണേ, നീ ഇപ്പോൾ ഇവിടെ വിചാരിക്കുന്നുണ്ടാവും എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ കുറേ ഇവരൊക്കെ ശ്രമിച്ചു, എന്നിട്ടിപ്പോൾ എന്നെ തൊടാൻ പോലും കഴിഞ്ഞില്ല, ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ നീ അഹങ്കരിക്കുന്നുണ്ടാവും. പക്ഷേ നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കും. അപ്പോൾ നന്ദിനി പറയണേ, എനിക്കങ്ങനെ പെട്ടെന്നൊന്നും പുറത്തു പോവാൻ കഴിയില്ല മാഡം, കാരണം മാഡത്തിൻ്റെ മകൻ കിട്ടിയ താലിയാണ് എൻ്റെ കഴുത്തിലുള്ളത്. ഈ താലി എൻ്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ നിന്നും പോവില്ല, ഞാൻ ഇവിടെ തന്നെ സൂര്യ സാറിനോടൊപ്പം ഞാൻ ജീവിക്കും. അത് കേട്ടപ്പോൾ പത്മയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ പത്മ പറയണേ, നിൻ്റെ കഴുത്തിൽ ഈ താലി ഉള്ളത് കൊണ്ടല്ലേ നീ ഇവിടെ നിൽക്കുന്നത്, എങ്കിൽ എത്രയും പെട്ടെന്ന് നിൻ്റെ കഴുത്തിൽ ഈ താലി ഞാൻ പൊട്ടിച്ചെടുക്കുമെടി, അത് നീ കാത്തിരുന്നോ, എന്നിട്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും. ഈ പത്മ ആരാണെന്നുള്ളത് അധികം വൈകാതെ തന്നെ നിനക്ക് മനസ്സിലാവും, നിന്നെ ഞാൻ ഇവിടെ നിന്നും ഈ താലി പൊട്ടിച്ചെറിഞ്ഞ് നിന്നെ ഞാൻ പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പത്മ ദേഷ്യം പിടിച്ചങ്ങ് പോകുന്നത്. നന്ദിനി പത്മ പറഞ്ഞ വാക്കുകളൊന്നും ഒരു മൈൻഡും വയ്ക്കാതെയാണ് കിച്ചണിലേക്ക് പോകുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സൂര്യയെ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടറും നഴ്സും കൂടി വരികയാണ്. അപ്പോൾ നന്ദിനി അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് സൂര്യയുടെ റൂമിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ ഡോക്ടർ പരിശോധിച്ച ശേഷം സൂര്യയുടെ കാലിലെ മുറിവിൻ്റെ കെട്ടഴിക്കാൻ വേണ്ടി പറയാണ് നഴ്സിനോട്. അങ്ങനെ കാലിലെ മുറിവിലെ കെട്ടഴിച്ച ശേഷം ഡോക്ടർ തന്നെ അതിശയിച്ചു പോവാണ്. അല്ല സൂര്യ, നിൻ്റെ കാലിലെ മുറിവിന് നല്ല ഉണക്കമുണ്ടല്ലോ, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു, ഇങ്ങനെ പൊള്ളിയവരുടെ ഒന്നും പെട്ടെന്നൊന്നും മാറാൻ സാധ്യതയില്ല. ഇതിപ്പോൾ സൂര്യയ്ക്ക് അത്ഭുതം തന്നെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത്, നല്ല കുറവുണ്ട്. അപ്പോൾ സൂര്യയാണെങ്കിൽ ആ കെട്ടഴിക്കുന്ന സമയത്തൊക്കെ സൂര്യയ്ക്ക് നല്ല വേദന ആവുന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അധികമൊന്നും ഇനിയിപ്പോൾ നിനക്ക് കെട്ടേണ്ടി വരില്ല, എത്രയും പെട്ടെന്ന് തന്നെ മുറിക്ക് ഉണക്കമുള്ളത് കൊണ്ട് ഇനി അധികം താമസിക്കാൻ
താമസിക്കാതെ തന്നെ ഈ കെട്ടുകളൊക്കെ അഴിച്ചെടുക്കാമെന്ന് പറഞ്ഞ് വീണ്ടും മരുന്നൊക്കെ പുരട്ടിയ ശേഷം നന്ദിനിയും കൂടി കാലിലെ മുറിവൊക്കെ വീണ്ടും കെട്ടിവെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഡോക്ടർ പറയണേ ഇനിയിപ്പോൾ കുറേശ്ശെ നടക്കാൻ വേണ്ടി ശ്രമിക്കണം സൂര്യ എന്ന് പറഞ്ഞ ശേഷമാണ് നഴ്സും ഡോക്ടറും കൂടി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവരെ പറഞ്ഞു വിട്ട ശേഷം നന്ദിനി സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അല്ല സാർ, ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കുറേശ്ശെ ഒന്ന് നടക്കാൻ ശ്രമിച്ചൂടെ? അങ്ങനെ സൂര്യ നടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യയ്ക്ക് കാല് നിലത്ത് കുത്താൻ പോലും കഴിയുന്നില്ല, നല്ല വേദന ആവുകയാണ്. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, അല്ല സാർ, എന്നെ അന്വേഷിച്ച് സാറ് താഴെ വരെ വന്നല്ലോ, അപ്പോൾ എന്താ സാറിന് വേദനയൊന്നും ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ സൂര്യ പറയണേ, എനിക്കപ്പോൾ ഒരു വേദനയും അനുഭവപ്പെട്ടില്ല നന്ദിനി. ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് കാല് നിലത്ത് കുത്താൻ പോലും കഴിയുന്നില്ല നന്ദിനി. അപ്പോൾ നന്ദിനി പറയും, എങ്കിലും ഞാനൊന്ന് സഹായിക്കാം. സൂര്യ സാർ ഒന്ന് ശ്രമിക്ക്, നമുക്ക് കുറേശ്ശെ ഒന്ന് നടക്കാം, ഇവിടെയൊക്കെ ഒന്ന് നടക്കാം. അപ്പോഴത്തേക്കും സൂര്യ സാറിന് എല്ലാം ശരിയാവും. അപ്പോൾ വീണ്ടും സൂര്യ നടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് സൂര്യ പറയണേ, എനിക്ക് വയ്യ നന്ദിനി, എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോൾ നന്ദിനി പറയും, എങ്കിൽ എൻ്റെ കാലിൽ സൂര്യ സാറിൻ്റെ കാല് വെച്ചാൽ മതി, എന്നിട്ട് ഞാൻ സൂര്യ സാറിനെ നടത്തിക്കാം. അപ്പോൾ സൂര്യ പറയണം, അത് നിന്നെ കൊണ്ട് കഴിയുമോ? ഞാൻ അത്രയ്ക്ക് വെയിറ്റ് ഉള്ളതല്ലേ, നിന്നെ കണ്ടോ എന്നെ അങ്ങനെ നടത്തിക്കാനൊക്കെ കഴിയുക? അപ്പോൾ നന്ദിനി പറയാം, അതൊക്കെ എനിക്ക് കഴിയും, എനിക്ക് ഈ കാണുന്നത് പോലെയൊന്നുമല്ല, നല്ല ആരോഗ്യമുണ്ട്, സൂര്യ സാറ് വാ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കാലിലേക്ക് സൂര്യയുടെ കാല് വെക്കാൻ കേട്ടോ. എന്നിട്ട് നന്ദിനി സൂര്യയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ താങ്ങി നടക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആ സമയത്ത് സൂര്യയും നന്ദിനിയും പരസ്പരം കണ്ണോട് കണ്ണ് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം റൊമാൻറ്റിക് ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ സൂര്യയ്ക്ക് നന്ദിനിയെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിക്കുന്ന സമയത്ത് നന്ദിനിയും സൂര്യയും പരസ്പരം ചേർത്ത് പിടിച്ച് രണ്ടുപേരും കണ്ണോട് കണ്ണ് നോക്കിയിട്ടാണ് അവർ പരിസരം മറന്നുകൊണ്ടാണ് രണ്ടുപേരും നടക്കുന്നത്. അങ്ങനെ സൂര്യ നന്ദിനിയുടെ കാലിൽ ചവിട്ടി പതിയെ പതിയെ എല്ലായിടത്തേക്കും നടന്നു പോവുകയാണ് കേട്ടോ. ഇത് കണ്ടും കൊണ്ടാണ് വിജയൻ അവിടേക്ക് വരുന്നത്. വിജയൻ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് നടന്നു വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് വിജയൻ അങ്ങ് അതിശയിച്ചു പോവാണ്. ഭാഗ്യവാൻ തന്നെയാണ് അളിയൻ, എനിക്കും കൊതിയാവുന്നു, എൻ്റെ കാലിനും എന്തെങ്കിലും ഒന്ന് പറ്റിയാലോ, എന്നാൽ പിന്നെ എനിക്കും ഇന്ദ്രജയെ ചേർത്ത് പിടിച്ച് നടക്കാമല്ലോ, അങ്ങനെ അവൾ എന്നെ ചെയ്യുമോ എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് കേട്ടോ വിജയനിങ്ങനെ ആസ്വദിച്ച് നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടും കൊണ്ടാണ് ഇന്ദ്രജ റൂമിൽ നിന്നും വരുന്നത്. അത് കണ്ടതോടുകൂടി ഇന്ദ്രജയ്ക്കൊക്കെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിജയനാണെങ്കിൽ ആസ്വദിച്ച് നിന്ന് കാണുന്ന സമയത്ത് ഇന്ദ്രജ പറയണേ, നിങ്ങൾക്ക് ഞാനൊരു കസേര ഇട്ട് തരാം, നിങ്ങൾ ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് കണ്ടോ. അത് പിന്നെ ഇന്ദ്രജ, നീ ഒന്ന് നോക്ക്, എൻ്റെ കാലിലും മുറിവ് വന്നാൽ നീ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുമോ? അപ്പോഴത്തേക്കും ഇന്ദ്രജയ്ക്ക് ദേഷ്യം പിടിച്ച് വിജയനെ ഒന്നങ്ങ് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ വിജയനെയും ഇന്ദ്രജയെയും വിളിക്കാൻ വേണ്ടി പത്മ അവിടേക്ക് വരികയാണ്. പത്മ വരുമ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് നടക്കുന്നത് കാണുമ്പോൾ പത്മയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ അവരാര് വരുന്നതും ഒന്നും തന്നെ നന്ദിനിയും സൂര്യയും ശ്രദ്ധിക്കുന്നില്ല. അവർ രണ്ടുപേരും പരസ്പരം മനസ്സ് തുറന്ന് ഉള്ളോണ്ട് സ്നേഹിക്കുകയാണ്. രണ്ടുപേരും ചേർന്ന് പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് നടക്കുന്ന സമയത്ത് അവർ ആരെയും സൂര്യയും നന്ദിനിയും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പത്മ പറയണ, മതി ഇവരുടെ ഈ അഭ്യാസമൊക്കെ, നോക്കി നിൽക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ കമ്പനിയിലേക്ക് വരുന്നുണ്ടോ? അപ്പോൾ ഇന്ദ്രജ പറയണ, ഈ നേരാണ് മമ്മി ഇതൊക്കെ നാണമില്ലാതെ നോക്കുന്നത്, ഇവരിങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന നാണമില്ലേ ഇവർക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാൻ? നിങ്ങൾ വരുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ വിജയനെയും കൂട്ടി പത്മയോടൊപ്പം കമ്പനിയിലേക്ക് പോവുകയാണ്. കമ്പനിയിലെത്തിയ ശേഷം വിവേകിനെ അവിടെ കണ്ടപ്പോൾ പത്മ തന്നെ അതിശയിച്ചു പോവാണ്. ഞാൻ രാവിലെ മാനേജറെ വിളിച്ച് പറഞ്ഞതാണല്ലോ ഇവനെ കമ്പനിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യാനേ, പിന്നെന്താ ഇവൻ ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പത്മ വിവേകിനെ ദേഷ്യം പിടിച്ച് നോക്കിയിട്ടാണ് നേരെ ക്യാബിനിലേക്ക് പോകുന്നത്. എന്നിട്ട് മാനേജറെ വിളിക്കുകയാണ്. അപ്പോൾ ഒപ്പം തന്നെ വിജയനുമുണ്ട്. അപ്പോൾ വിജയൻ പറയണ, ആൻറ്റിയുടെ വാക്കിന് ഒരു വിലയും കൊടുത്തിട്ടില്ലല്ലോ മാനേജർ, ഇവൻ ഇപ്പോഴും അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? അപ്പോഴത്തേക്കും മാനേജർ വരികയാണ്, നിന്നോടല്ലേ ഞാൻ രാവിലെ ഫോൺ വിളിച്ച് പറഞ്ഞത് ആ വിവേകിനെ കമ്പനിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യാൻ? അത് പിന്നെ മാഡം, ഞാൻ എല്ലാ കാര്യവും ചെയ്തതാണ്, ടെർമിനേഷൻ ലെറ്ററും കൊടുത്തതാണ്, പക്ഷേ വിവേക് അത് വാങ്ങിക്കാൻ കൂട്ടാക്കുന്നില്ല. വിവേക് പറയുന്നത് പത്മ മേഡം വരട്ടെ എന്നതിൻ്റെ ശേഷം പത്മ മേഡവുമായി സംസാരിച്ച ശേഷമാണ് ഞാൻ ഈ ടെർമിനേഷൻ ലെറ്റർ വാങ്ങുകയുള്ളൂ എന്നാ പറഞ്ഞത്. അങ്ങനെ അവൻ പറഞ്ഞു, എങ്കിൽ അവനോട് എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറ. അങ്ങനെ വിവേക് അവിടേക്ക് ചെല്ലുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.